പടം കൊള്ളായിരുന്നു, എനിക്ക് ഓക്കെ. ഐ മീൻ എക്സെപ്റ്റ് ഓഫ് ദ മ്യൂസിക് ഒഴികെ ബാക്കി എല്ലാം വർക്ക് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കമലഹാസൻ ആക്ടറും ശങ്കറിന്റെ ഡയറക്ടറും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു റിസൾട്ട് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല സിനിമ കാണാൻ വന്നത്. എനിക്ക് ട്രെയിലർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വന്ന സിനിമ കണ്ടപ്പം എനിക്ക് ഓക്കെ. ആക്ച്വലി മ്യൂസിക് മാത്രം എനിക്ക് മ്യൂസിക് എത്രയും എ ആർ റഹ്മാൻ്റെ ആ ഒരു പോർഷൻസ് വരുന്നുണ്ടായിരുന്നു സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക്. ആ പോർഷൻസ് ഒക്കെ ഗംഭീരമായി തോന്നി. പക്ഷെ അല്ലാതെ ക്രിയേഷൻ അത്ര സുവരമായി തോന്നിയില്ല. നെടുപിടികളൊക്കെ തിരിച്ച് നമുക്ക് കാണാനായി സ്ക്രീൻ ഡെഫിനറ്റ്ലി. ആ മൊമെന്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് നല്ല ഐ മീൻ പുള്ളിയുടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊരു ഫീൽ ചെയ്തില്ല. ഇട പോർഷനിൽ മാത്രമാണ് ഏതൊക്കെയോ 2-3 ഷോട്ട്സിലെ അത് അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളൂ. വേറെ ഡീപ്പായിരുന്നു ചെയ്തതെന്ന് തോന്നുന്നത്. നൈസ് മൂവിയാണ്. വേറെ ഈ ഇന്ത്യൻ 2-ന്റെ തന്നെ വേറെ ഒരു ലെവലാണ് ഇന്ത്യൻ 3-യുടെ ട്രെയിലർ കണ്ടപ്പോൾ. കമലിൻ്റെ ഒരു യങ് കമലിനെയൊക്കെ നമ്മൾ കണ്ടു. അത് നൈസാവും ഇന്ത്യൻ വെച്ച് ഒരിക്കലും ഇന്ത്യൻ 2-നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഒരു ക്ലാസിക് മൂവിയാണ്. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന മൂവിയാണ്. അത് വെച്ചിട്ട് ഒരിക്കലും ഈ ഫിലിമിനെ കമ്പയർ ചെയ്യുന്നത് ശരിയായിട്ട് തോന്നുന്നില്ല. കമലഹാസന്റെ മേക്കപ്പ് ലുക്സ് അതൊക്കെ കുഴപ്പമുണ്ടായിട്ട് തോന്നിയില്ല. നൈസായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. എന്നാലും ഇന്ത്യൻ 3-ന് വേണ്ടി കാത്തിരിക്കാം. ഇമോഷനൊന്നും ഇല്ല പ്രത്യേകിച്ച്. എന്തൊക്കെയോ വന്ന് കാണിച്ച് പെട്ടെന്ന് പോകുന്നു. ഇന്ത്യൻ മണ്ണിനോട് നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ ഇന്ത്യൻ 2-ന്? അങ്ങനെ വെച്ചില്ല. ഏതിന്റെ അറിയില്ലല്ലോ ഇപ്പം എങ്ങനെയാ വരുന്നതെന്ന് അറിയില്ല. പറഞ്ഞ പോലെ തന്നെ, അതായത് പടം ഇന്ത്യൻ 1-ന്റെ ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും ഇന്ത്യൻ 2 പ്രത്യേകിച്ച് FDFS കാണാം. ഞാനും ഇന്ത്യൻ 1 എന്ന് പറയുന്നത് യൂട്യൂബിലും ടിവിയിലൊക്കെ നമ്മൾ കണ്ട് ഒരു സിനിമയോട് ഇന്ത്യൻ 1 കാണാൻ പറ്റാതിരുന്ന എല്ലാവർക്കും ഇന്ത്യൻ 2 എങ്കിലും കാണാന്നുള്ളതിലാണ് FDFS വന്നത്. കുഴപ്പമില്ല, പടത്തിന്റെ കൺസെപ്റ്റിനോട് നീതി പുലർത്തിയിരിക്കുന്നു. കാരണം കറപ്ഷൻ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്ന ഒരു ലീഡറുടെ കഥയാണ്, ഒരു ഉയർന്നു വരുന്ന ലീഡറുടെ കഥ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമ പൂർണ്ണമായിട്ടും ഒരു ഇപ്പോഴത്തെ റെലവൻ്റ് ആയിട്ടുള്ള സിനാരിയോ ഒക്കെ തുറന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ 3 എന്നൊരു സിനിമ വരാൻ പോകുന്നുണ്ടെന്നും കുറച്ച് ബ്രെത്ത് ടേക്കിംഗ് വിഷ്വൽസ് ഒക്കെ ഇന്ത്യൻ 3-ലാണ് കൂടുതൽ വരാൻ പോകുന്നതെന്ന് കാണിച്ചിട്ടുള്ള ഒരു ശങ്കറിന്റെ മേക്കിംഗ് ഉള്ള ശങ്കറിന്റെ മേക്കിംഗ് കൊണ്ടാണ് സിനിമ പിടിച്ചിരിക്കുന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് വരുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചടുലമായ കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ 3 ഈസ് സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ട് കുറച്ചുകൂടി നന്നായിട്ട് വരാൻ പോകുന്ന രീതിക്ക് ഇന്ത്യൻ 3-യുടെ ഒരു ട്രെയിലർ ലാസ്റ്റ് വരുന്നുണ്ട്. അതാണ് സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് മെയിനായിട്ട് ലാസ്റ്റ് തോന്നിയൊരു കാര്യം. അയ്യോ, എയുടെ കുറിച്ചൊന്നും പറയാം. നെടുമുടി സാർ, അതുപോലെ തന്നെ നെടുമുടി, അതുപോലെ മനോബാല, വിവേക്, അവരൊക്കെ സീൻസ് റിയലി ഷൂട്ട് ചെയ്ത പോലെ അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിട്ടുണ്ട്. VFX ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല, നല്ല രീതിക്കാണ് സിനിമ എടുത്തേക്കുന്നത്. പടം തിയേറ്റർ വാച്ച് പടമാണ് ഡെഫിനറ്റ്ലി. അതിന് തിയേറ്റർ 1 ടൈം വാച്ചിനുള്ള ഒരു പടം ഒരു വെർത്തർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു അപ്രിസിയേഷൻ ഉള്ള ഫിലിം മേക്കിംഗ് ഉണ്ട്. മൂവി ആക്ച്വലി നല്ലൊരു പടമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ 1-ന്റെ കൺസെപ്റ്റ് അറിയാം. സോ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയ ഇന്ത്യൻ 2-ഉം കാണാനായിട്ട് പുറപ്പെടേണ്ടതുള്ളൂ. വേറെ ഒന്നും പ്രതീക്ഷിക്കാൻ ലൈക്ക് ആ ഒരു ഫൈറ്റിന്റെ കറപ്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റിന്റെ കണ്ടിന്യൂഷൻ ഉള്ള രീതിക്ക് പടം കാണുകയാണെങ്കിൽ ബെറ്റർ.